ഇന്ത്യ അമേരിക്കയുടെ പക്കൽ നിന്നും F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്നും ഇന്ത്യ 36 യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനാണ് പദ്ധതി ഇടുന്നതെന്നുമാണ് മാധ്യമങ്ങളും ചില യൂട്യൂബ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച കരാറുകൾ വരെ തയ്യാറാക്കിയതായിട്ടാണ് മാധ്യമങ്ങൾ അടക്കം പറയുന്നത്. എന്നാൽ ഇത് ശരിക്കും വാസ്തവവിരുദ്ധമാണ്. ഇന്ത്യക്ക് F-35 യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഓഫർ പോലും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് യാഥാർത്ഥ്യമാകുന്നതല്ല യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാർ. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇരു രാജ്യങ്ങളും നടത്തേണ്ടതായി വരും. ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയായ ഫ്രാൻസിൽ നിന്നും റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ എത്ര നാളത്തെ ചർച്ച നടത്തി എന്നത് നാം എല്ലാവരും ഇതിനു മുമ്പ് കണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം തരാമെന്നല്ല, മറിച്ച് ഇന്ത്യക്ക് F-35 യുദ്ധവിമാനങ്ങൾ തരുവാനുള്ള വഴി താൻ തുറക്കാൻ ശ്രമിക്കുമെന്ന് ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇക്കാര്യം ട്രംപ് പറയുന്ന വീഡിയോ കാണാൻ സാധിക്കും. അതിനുശേഷം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. ഇന്ത്യക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഓഫർ അല്ലെന്നും ട്രംപ് വിമാനം തരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും അമേരിക്കയുടെ പക്ഷത്ത് നിന്ന് ഒരു ഓഫർ ലഭിച്ചാൽ ഇക്കാര്യം ഇന്ത്യൻ ഗവൺമെന്റ് പരിഗണിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇക്കണോമിക് ടൈംസിലാണ് ഇത് സംബന്ധിച്ച ആദ്യ വാർത്ത വന്നത്. ഇന്ത്യ ഫ്രാൻസിന്റെ പക്കൽ നിന്നും റാഫേൽ വാങ്ങിയ അതേ മാർഗം തന്നെ F-35 യുദ്ധവിമാനം വാങ്ങുവാനും പരിഗണിച്ചേക്കാം എന്നായിരുന്നു ആ വാർത്ത. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നോ ഇത് സംബന്ധിച്ച ഒരു കാര്യവും പുറത്തു വന്നിട്ടില്ല. എന്നാൽ മാധ്യമങ്ങളെല്ലാം അവരുടെ ഊഹം മാത്രമാണ് പറയുന്നത്. തുടർന്ന് ഇക്കണോമിക് ടൈംസിൽ ഒരു വാർത്ത കൂടി എത്തി. G2G കരാറിലൂടെയായിരിക്കും ഇന്ത്യ യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങുകയെന്നായിരുന്നു ആ വാർത്ത. തുടർന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വന്നു. ഇന്ത്യ എന്തുകൊണ്ട് റാഫേൽ വാങ്ങിയ വഴി F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പരിഗണിച്ചേക്കാം എന്നായിരുന്നു ആ വാർത്ത. ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത് അവരുടെ അഭിപ്രായം മാത്രമാണ്. അതിനുശേഷം ഇന്ത്യ ഏതാണ്ട് റാഫേൽ വാങ്ങുവാൻ തീരുമാനിച്ചു എന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. അതേസമയം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഇതിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഇന്ത്യ F-35 വാങ്ങുവാൻ തീരുമാനിച്ചു എന്ന തരത്തിലായിരുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ത്യക്ക് F-35 വിമാനം വാങ്ങുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനം പോലും ആയിട്ടില്ല. S-400 റഷ്യയുടെ പക്കൽ നിന്നും വാങ്ങിയ രാജ്യങ്ങൾക്ക് F-35 നൽകില്ല എന്നായിരുന്നു അമേരിക്കയുടെ നിലപാട്. ഇതിന് ഉദാഹരണമാണ് നാറ്റോ സഖ്യകക്ഷിയും F-35 നിർമ്മാണ പങ്കാളിയുമായിരുന്ന ടർക്കിയെ പദ്ധതിയിൽ നിന്നും അമേരിക്ക പുറത്താക്കിയത്. റഷ്യയുടെ പക്കൽ നിന്നും S-400 ടർക്കി വാങ്ങിയതോടെയാണ് ഈ നടപടി അമേരിക്ക സ്വീകരിച്ചത്. ഇന്ത്യക്ക് F-35 നൽകുവാൻ ശ്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ടർക്കി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതേസമയം നാം കാണേണ്ട വസ്തുത എന്തെന്നാൽ അമേരിക്കയുടെ F-35 വാങ്ങുവാൻ ഇന്ത്യ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല എന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായ ഒരു പ്രസ്താവനകളും ഒന്നും തന്നെ വന്നിട്ടില്ല. F-35 നിർമ്മാതാക്കളായ ലോക്ഹിഡ് മാർട്ടിന്റെ CEO തന്നെ പറഞ്ഞിരുന്നു F-35 വാങ്ങുവാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന്. ഇതിനു കാരണം വിവിധ രാജ്യങ്ങളുടെ ടെക്നോളജികൾ തമ്മിൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. ഇന്ത്യ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത് റഷ്യൻ ടെക്നോളജിയും യൂറോപ്യൻ ടെക്നോളജിയുമാണ്. അമേരിക്കൻ ടെക്നോളജി ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിട്ട് തന്നെയില്ല. അമേരിക്കൻ ടെക്നോളജി ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ച ടെക്നോളജികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യ ഇതുവരെ ഒരു അമേരിക്കൻ യുദ്ധവിമാനവും ഉപയോഗിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇന്ത്യക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യ അമേരിക്കയുടെ പക്കൽ നിന്നും F-35 മേടിച്ചാൽ തന്നെ ഉയർന്ന വിലയാകും നൽകേണ്ടി വരിക. ഒപ്പം ഈ യുദ്ധവിമാനങ്ങൾ പരിപാലിക്കുന്നതിന് വലിയ തുക തന്നെ നീക്കിവെക്കണം. അതുമാത്രമല്ല അമേരിക്ക കരാറിൽ പല നിബന്ധനകളും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആണവ പോർമുനകൾ F-35 വഹിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. ഇന്ത്യ ഇതുവരെ വികസിപ്പിച്ചെടുത്ത എല്ലാ പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഈ വിമാനത്തിൽ അമേരിക്ക ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. F-35 ഉപയോഗിക്കാൻ അമേരിക്കയുടെ പക്കൽ നിന്നും പുതിയ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങേണ്ടതായി വരും.
അതേസമയം മാറി വരുന്ന ജിയോ പൊളിറ്റിക്സ് പരിഗണിച്ച് ഈ വിഷയത്തിൽ നമ്മുടെ സർക്കാർ ഉചിതമായ തീരുമാനമായിരിക്കും എടുക്കുക.